വെറുതെ മനുഷ്യനെ ഒരു പരിപാടിക്ക് കൊണ്ടുവന്നിട്ട് തുടങ്ങിക്കോ വെറുതെ ഒന്നും വായിക്കണം. വെറുതെ വീട്ടിലിരുന്ന ഞാൻ ആ പ്രസംഗം തുടങ്ങിക്കോളാൻ നഖമൊന്ന് ശരിയാ തുടങ്ങിക്കോന്ന് തുടങ്ങാം സഭയ്ക്ക് നമസ്കാരം. അതെ ഒരു മിനിറ്റ്, ഇപ്പൊ പാട്ടാണോ പാട്ടാണ്. പിച്ച് പിടിക്കട്ടെ. പിന്നെ പിച്ച് വേണ്ടേ? എന്താണത്? പിച്ച് പിടിച്ച മോളെ പെട്ടിയിൽ പിച്ചിട്ട് എനിക്ക് ശരി മനസ്സിലായി. 1 2 3 സ്റ്റാർട്ട്. കഥികയല്ല കലാകാരിയല്ല ഞാൻ, കഥികയല്ല കലാകാരിയല്ല ഞാൻ, കേവലം ഞാനോരും കഥികയല്ല കലാകാരിയല്ല ഞാൻ, കേവലം ഞാനോരു മുതുക്കി തള്ള. എന്നെ കണ്ടിട്ട് മുതുക്കി തള്ളാന്ന് വനിതാരത്നത്തിൽ വന്ന് എന്നെ കണ്ടിട്ട് 15 പേരും സുന്ദരികള് കൂടെ ജഡ്ജായിട്ട് വന്നിരിക്കണ അമ്മ അതിലും വലിയ സുന്ദരി. ഇപ്പോൾ ഓരോണോ മുതുക്കി തള്ളാന്ന് പറയാം. സുഹൃത്തുക്കളെ, സംപൂജ്യരായ കലാസ്നേഹികളെ, എന്റെ കഥ ഇവിടെ ആരംഭിക്കുകയായി. ഈ എപ്പിസോഡിൽ സഹായിയായി ഒരാളെ മാത്രമേ കൂട്ടാവൂ എന്നുള്ളത് കൊണ്ട് എല്ലാ ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നല്ല ഒന്നാന്തരം മിമിക്രിക്കാരി കൂടിയായ അഹനയാണ് എന്റെ ഒപ്പം വന്നിരിക്കുന്നത്. മതി. സുഹൃത്തുക്കളെ, എന്റെ കഥയുടെ പേര് മറ്റൊന്നും. സുഹൃത്തുക്കളെ, എന്റെ കഥയുടെ പേര് എന്താണത്? സിമ്പൽ അടിച്ചതാണ്. സിമ്പൽ കഥയുടെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി. ഇപ്പോഴല്ല സിമ്പൽ അടിക്കേണ്ടത്. ഇവക്കൊന്നും അറിയാനും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ദൈവമേ, ഞാനും എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ, എന്റെ കഥയുടെ പേരാണ്. കറക്റ്റല്ലേ? പേര് പറഞ്ഞിട്ടാണോ അടിച്ചത്? ഞാൻ അത് തന്നെയാണ് കഥയുടെ പേര്. അങ്ങനെ പറ. സുഹൃത്തുക്കളെ, അതാ അങ്ങോട്ട് നോക്കൂ. ആ ഗ്രാമത്തിൽ, ആ കൊച്ചു ഗ്രാമത്തിൽ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. എവിടേക്കാ നമ്മുടെ ഡയറക്ഷൻ? ഇതെവിടെ പോണത്? അപ്പൊ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞത്? ഞാൻ കഥയിലാണ് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞത്. നിന്നോടല്ല, അവര് നോക്കിക്കോളും. അവിടെ ചെന്ന് വായിക്കുന്നേ. സുഹൃത്തുക്കളെ, അങ്ങോട്ട് നോക്കൂ. ആ ഗ്രാമത്തിൽ, ആ കൊച്ചു ഗ്രാമത്തിൽ സുപ്രഭാതം പൊട്ടിവിടരുകയായി. എന്താണത്? സുപ്രഭാതം പൊട്ടിവിടുന്നാണ്. എന്നെ തല്ലു പിടിച്ചിട്ട് വാങ്ങിക്കുള്ളൂ. 10 ലക്ഷം വാങ്ങിച്ച് പോവാൻ വന്ന ഞാൻ 10 അടി വാങ്ങിച്ചു പോകും. മോളെ, സുപ്രഭാതം ഇനി പൊട്ടാണ്ട് വിടർന്നാ മതി കേട്ടാ. എന്റെ വീട്ടിലൊക്കെ സുപ്രഭാതം ഇങ്ങനെ പൊട്ടാത്ത. സുഹൃത്തുക്കളെ, ആ ഗ്രാമത്തിന്റെ കിഴക്കേ മാനത്ത് വെള്ളകീറി. ഒരു മിനിറ്റ് ട്ടാ. എന്താണത്? വെള്ളകീറിയ ശബ്ദമാണ്. വെള്ളകീറിയതാണല്ലോ. ഞാൻ വേറെ എന്താണ്ടും കീറിയെന്ന് വിചാരിച്ച്. എന്റെ പൊന്നു മോളെ, ഇനി നീ വെള്ള കീറണ്ട. അതെ, വെള്ളയായാലും കറുപ്പായാലും കീറുന്ന ശബ്ദം. ഈ തുണി എടുത്തൊന്ന് കീറി നോക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. എന്റെ പൊന്നു മോളെ, ഒന്നും മിണ്ടാതിരിക്കും. ഈ കഥ എങ്ങനെയെങ്കിലും തീർത്ത് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോട്ടെ. സുഹൃത്തുക്കളെ, അങ്ങോട്ട് നോക്കൂ. അതെ, ഒരു മിനിറ്റ്. നേരത്തെ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ എന്നെ നാണം കെടുത്തി. ഇപ്പൊ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ കഥ കഴിഞ്ഞ് വീട്ടിൽ പോട്ടെ. അല്ല, എനിക്ക് നാളെ പരീക്ഷ. ഞാൻ മിണ്ടാതിരിക്കും. എനിക്ക് നാളെ പരീക്ഷ. ഞാൻ അങ്ങോട്ട് നോക്കൂ. ആ ഓടിട്ട ചെറ്റപ്പുരയിൽ നിന്നും നമ്മുടെ നായിക വെളിയിലേക്ക് ഇറങ്ങി. അവളെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, വലതു കൈയിലെ പച്ച കുത്തിയിട്ട് മുടിയൊക്കെ ചുരുട്ടിയിട്ട് ദിങ്ങനെ വലതു കൈയിലെ പച്ച കുത്തിയിട്ട് മുടിയൊക്കെ ചുരുട്ടിക്കെട്ടിട്ട് ദിങ്ങനെ. സുഹൃത്തുക്കളെ, വലതു കൈയിലെ പച്ച കുത്തിയിട്ട് മുടിയൊക്കെ ചുരുട്ടിക്കെട്ടിട്ട് ദിങ്ങനെ. സുഹൃത്തുക്കളെ, വലതു കൈയില് പച്ച കുത്തിയിട്ട് മുടിയൊക്കെ ദിങ്ങനെ. വലതു കൈയില്. എന്റെ പൊന്നെ, ഞാനിത് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിച്ചിട്ട് ഇവിടുന്ന് പോയിക്കോട്ടെ. സുഹൃത്തുക്കളെ, അവളുടെ പേര് മറ്റൊന്നുമല്ല. അവളുടെ പേരാണ് സിമ്പൽ. അടിക്കേ എടി, സിമ്പൽ അടിക്കാൻ. സിമ്പൽ അടിക്കില്ല. എന്തുകൊണ്ട് നീ അടിക്കില്ല?
ഞാൻ അവിടെ മര്യാദക്ക് നല്ല ശ്രുതിയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ എടി പൊന്നു മോളെ, നീ ആവശ്യമില്ലാത്തോടത്ത് സിമ്പൽ അടിക്കല്ലേ, പാടല്ലേ എന്നാ ഞാൻ പറഞ്ഞ. നീ ഇനി ആവശ്യമുള്ളോടത്ത് ഒരു സിമ്പൽ അടിക്ക്. മാഷയുടെ മോളായി പോയി ഞാൻ ഇവക്കിട്ട്. സുഹൃത്തുക്കളെ, അവളുടെ പേരാണ്, അത് തന്നെയാണ് അവളുടെ പേര്. അങ്ങനെ പറ. സുഹൃത്തുക്കളെ, അതാ അങ്ങോട്ട് നോക്കൂ. ആരോഗ്യ ദൃഢഗാത്രനായ 38 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ. അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 അടി മീശ, കട്ടപ്പൊക്കം. നിങ്ങളെ പറ്റി പറയണ കേട്ടില്ലേ, 6 അടി മീശയും കട്ടപ്പൊക്കവും. പിന്നെ ആണുങ്ങൾക്ക് 6 അടി മീശ, അയ്യോ 6 അടി പൊക്കം, കട്ട മീശ. അവനെ കണ്ട മാത്രയിൽ നമ്മുടെ നായികയുടെ ഹൃദയം ആവേശം കൊണ്ട് പെരുമ്പറ കൊട്ടി. പെരുമ്പറ കൊട്ട്. വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നുണ്ടായി പെരുമ്പറ. ദൈവമേ, അത് കൊണ്ടുവരാൻ മറന്നുപോയില്ല. അന്ന് എന്തെങ്കിലും എടുത്തൊന്ന് കൊട്ട്. മതി 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 മതി. ഇതാണ് ഒരു പ്രശ്നം, കൊട്ടുമ്പോഴേക്കാണ് മതി മതി എന്ന് പറയും. പിന്നെ അവനെ കണ്ട മാത്രയിൽ നമ്മുടെ നായികയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. എടി നീയായിരുന്ന, നീ മിമിക്രിക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞു. നീ മിണ്ടാതിരിക്കെ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ആളുകൾക്ക് മനസ്സിലാവണ്ടേ. ഇവളെ ഒന്നിലേ ഞാൻ കൊല്ലും, ഇല്ലെങ്കിൽ എനിക്ക് 10 ലക്ഷം. നോക്കിയേ, ഒരുപാട് അളവല്ല. എന്റെ അച്ഛൻ പഠിപ്പിച്ചെന്ന കഥയല്ലേ, സ്വന്തം കഥയൊന്നല്ലല്ലോ. അവനെ കണ്ട മാത്രയിൽ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ചേട്ടാ, എന്നെ സ്വീകരിക്കണം. ഞാൻ 5-8 മാസം ഗർഭിണിയാണ്. എത്ര 5-8 മാസം? 5 അല്ല 8. കഥ പറഞ്ഞു തുടങ്ങിയിട്ട് 16 മാസമായി. എന്നാ 16. അങ്ങനെ പറ, 16. അവൾ പറഞ്ഞു, ചേട്ടാ എന്നെ സ്വീകരിക്കണം. അവൻ പറഞ്ഞു, സാധ്യമല്ല. സിമ്പൽ അടിക്കാനും സാധ്യമല്ല. എടി കഥയിലാണ് ഇത്, നേരണക്കേടാണെങ്കിലും കഥയിലാണ് ഈ പറഞ്ഞത്. ഒരു പെണ്ണോട് ഇങ്ങനെ പറയാൻ പാടോ? എടി ഇത് മര്യാദക്ക് ഞാൻ പറയുമ്പോ നീ ഇവിടെ നിന്ന് സിമ്പൽ അടിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ സുഹൃത്തുക്കളെ, അത് കേട്ടതും അവൾ ആ കുന്നിൻ മുകളിലേക്ക് ഓടിക്കേറി. പിറകെ അവൻ സിമ്പൽ അടിക്കടേ. എടി സിമ്പൽ അടിക്കാൻ. സിമ്പൽ അടിക്കില്ല എന്ന് പറഞ്ഞു. ഇവളെ ഞാൻ കൊല്ലും. ഒന്നിൽ എടി അവൻ അവളെ ഒരു രാക്ഷസിയെ പോലെ കീഴടക്കി. ഇതെന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നിന്റെ വീട്ടിലെ സാധനമാണ്. നീ പോയി കൊണ്ടുപോയി അവനെ വലിച്ചഴച്ച് കൊണ്ടുവന്ന കുന്നിൻ മുകളിൽ നിന്ന് എന്റെ സബ്ജക്ട്. നിന്നെ ഞാൻ കാണിച്ചു തരും. അമ്മേ കുഴമ്പിട്ട് തിരുമിപ്പിക്കണം. സുഹൃത്തുക്കളെ, എന്റെ കഥ ഇവിടെ അവസാനിക്കുകയായി.